12 hours ഡേ പണിയെടുക്കണം. 12 hours എന്ന് വെച്ചാൽ 12 6 6 ദിവസം പണിയെടുക്കണമെന്നാണ് പറയുന്നത്. 12 6 72 ഒരു ദിവസം 20 മണിക്കൂറല്ലേ? 24 12 പോയ 12, ബാക്കി 12 ഉണ്ട്. 8 മണിക്കൂർ വാങ്ങണ്ടേ? 8 മണിക്കൂർ വാങ്ങണം. ബാക്കി 4 മണിക്കൂർ 4 ഒരു 1.5 മണിക്കൂർ ആട്ടെ. 3 നേരത്തെ ആഹാരം കഴിക്കാൻ, അല്ലെ 3 നേരം ആഹാരം കഴിക്കാൻ 1.5 മണിക്കൂർ വേണം. കുളിക്കണം, പല്ല് തേക്കണം, അതുപോലെ ബാത്റൂമിൽ പോകണം. ഇങ്ങനെ കുറെ അല്ലറ ചില്ലറ പരിപാടീസിന് ഇതൊക്കെ മാൻഡേറ്ററി പരിപാടീസ് ആണല്ലോ. ഒഴിച്ചോടാൻ പറ്റാത്ത 1.5 മണിക്കൂർ വേണം അല്ലേ? ഓഫീസിൽ പോകണം, തിരിച്ചു വരണം, ബസ്സിന് വെയിറ്റ് ചെയ്യണം, ട്രാഫിക്കിൽ നിൽക്കണം, ബൈക്കിൽ പോയ ട്രാഫിക്ക് 1.5 മണിക്കൂർ വേണ്ടി വരും. 4 മണിക്കൂർ ഇതിൽ പോയി. ഈ പേഴ്സണൽ ലൈഫിലുള്ള പേഴ്സണൽ ലൈഫില്ലേ? അപ്പോഴൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ ജോബ് ഡിസ്ക്രിപ്ഷൻ താഴെ കൊടുക്കില്ലേ, അപ്പം വെണ്ടയ്ക്ക് അക്ഷരത്തിൽ കൊടുക്കണം. പേഴ്സണൽ ലൈഫ് വേണ്ടാന്ന് വെക്കുന്നവർക്ക് ഇത് പ്രയോറിറ്റി ആണ് അങ്ങനെ പറയണം. അവർക്ക് മാത്രമുള്ള ജോലികളാണെന്ന് പറയണം. ഓക്കെ, അപ്പം വരുമായിരിക്കും, അങ്ങനെ ആൾക്കാർ കാണും. അത്ര അങ്ങനെ എക്സ്ട്രീം ലെവൽ വർക്ക് കൊടുക്കുന്ന ആൾക്കാർ കാണും. അപ്പം അവരൊക്കെ ഓക്കെ ആയിരിക്കും. പേഴ്സണൽ ലൈഫ് വേണ്ട ഡിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ ബോൾഡ് ലെറ്റേഴ്സ് തന്നെ കൊടുക്കണം. ഓക്കെ, 12 മണിക്കൂർ വർക്ക് ചെയ്ത പ്രൊഡക്ടിവിറ്റി കൂടുന്നാണ് പോയി പറയുന്നത്. കൂടും. സ്ട്രെസ്, വേണോത്സവം, ആൻസൈറ്റി, നടുവേദന, ഇടുപ്പ് വേദന, കൈ വേദന, കാല് വേദന, ഇതൊക്കെ കൂടും. ഇതൊക്കെ കൂടുമ്പോൾ പ്രൊഡക്ടിവിറ്റി കൂടുമല്ലോ ഹോസ്പിറ്റലിൽ. കൂടും. ഈ ചില കമ്പനീസ് ഉണ്ട് കേട്ടോ, ആ കമ്പനീസ് ബെസ്റ്റ് എംപ്ലോയി എങ്ങനെ സെലക്ട് ചെയ്യുന്നറിയോ? ഒരുപാട് സമയം വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ബെസ്റ്റ് എംപ്ലോയി. എന്ന് വെച്ചാൽ ഈ പുള്ളി പറഞ്ഞ പോലെ ആയിരിക്കും. ചിലപ്പോൾ 12 മണിക്കൂർ വർക്ക് ചെയ്താൽ ചിലപ്പോൾ ബെസ്റ്റ് എംപ്ലോയി ആവായിരിക്കും. ഒരു എക്സാമ്പിൾ പറയട്ടാ, ഇപ്പൊ എന്റെ വീട് കൊടുത്തണം. അപ്പൊ എനിക്ക് ഇവിടെ തിരുവനന്തപുരം പോകണം. ഇവിടെ നിന്ന് തിരുവനന്തപുരം പോകാൻ ഞാൻ ചൂസ് ചെയ്തത് ബൈക്കാണ്, സ്കൂട്ടർ. എനിക്ക് കൊടുത്ത ടു ട്രിവാൻഡ്രം 1 മണി, എനിക്ക് 10 മണിക്കൂർ ട്രിവാൻഡ്രം ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം. ഇതാണ് ലക്ഷ്യം. ഓക്കെ, ഇപ്പൊ ഞാൻ ചൂസ് ചെയ്തത് ബൈക്കാണ്. ബൈക്കിൽ ഞാൻ ഇവിടെ നിന്ന് ട്രിവാൻഡ്രം പോകും. എനിക്ക് ഞാൻ എടുക്കുന്ന ഒരു സമയം 1 മണിക്കൂർ. ഇതേപോലെ വേറൊരുത്തൻ, അവൻ നടന്നു പോകാനാണ് പ്ലാൻ ചെയ്തത്. അവൻ എടുക്കുന്നത് 12 മണിക്കൂർ. അവനും സെയിം ലക്ഷ്യമാണ്. അവനും ആ 10 മണിക്കൂർ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം. അവൻ എന്ത് ചെയ്യും? അവൻ തലേന്ന് ദിവസം രാത്രി ഇവിടെ നടക്കാൻ തുടങ്ങി. ഓക്കെ, ഇതിൽ ആരാണ് ബെസ്റ്റ് എംപ്ലോയി? ഇപ്പം പുള്ളി പറഞ്ഞ പോലെ നോക്കിക്കഴിഞ്ഞാൽ ഈ 12 മണിക്കൂർ നടന്നു പോകുന്നവന് അവനായിരിക്കും ബെസ്റ്റ് എംപ്ലോയി. പക്ഷെ എന്റെ ലക്ഷ്യവും അവന്റെ ലക്ഷ്യവും ഒന്നാണ്. ഞാൻ എടുത്തത് 1 മണിക്കൂറാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ക്വാണ്ടിറ്റി വെസസ് ക്വാളിറ്റി. ഈ 12 മണിക്കൂർ ചെയ്തെന്ന് പറഞ്ഞിട്ട് വർക്ക് തീരണമെന്നുമില്ല. ഈ 4 മണിക്കൂർ കൊണ്ട്, ആ 12 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന വർക്ക് 4 മണിക്കൂർ കൊണ്ട് ചെയ്യാം, അല്ലെ? ഈ AI ടൂൾസ്, ChatGPT, ജെമിനി ഇതൊക്കെ വന്നതേ നമ്മൾ അടിമാക്കാൻ വേണ്ടിയല്ല. നമ്മളെ ഹ്യൂമന്റെ ജോലി എളുപ്പമാക്കാൻ വേണ്ടിയാണ്. നമ്മളൊന്നും അടിമകളല്ല, പഴയ കാലമല്ല. ഒബ്ജക്റ്റീവ് ഓഫ് ദ വർക്ക് ഈസ് എന്താ? ടു ലിവ് എ പീസ്ഫുൾ ലൈഫ്. നമ്മുടെ ലൈഫിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടിയായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ വീഡിയോ ചെയ്യണോ വേണ്ടോ എന്നൊക്കെ ആലോചിച്ചു, പിന്നെ തോന്നി എന്നാലും ചെയ്യാം.